നിങ്ങൾ പെട്രോൾ അടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പെട്രോൾ അടിച്ച ശേഷം ക്യാഷ് വരാൻ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പെട്രോൾ ബങ്കിലുള്ള ചേട്ടൻ ചോദിച്ചിട്ടുണ്ടാവും, ചേട്ടാ കാർഡിൽ വൈഫൈ ഉണ്ടോ? കാർഡിൽ വൈഫൈയോ? എന്നാൽ സത്യത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് വൈഫൈ അല്ല, NFC ആണ്. NFT അല്ല, NFC, അതായത് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള പേര് NFC ആണെങ്കിലും കൂടുതൽ അറിയപ്പെടുന്നത് കോൺടാക്ട്ലെസ് പേയ്മെന്റ് എന്നുള്ള പേരിലാണ്. സോ എന്താണ് കോൺടാക്ട്ലെസ് പേയ്മെന്റ്? നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്ന് എടുക്കുക. അതിൽ നിങ്ങൾ ഇത്തരത്തിലൊരു സിമ്പിൾ ഉണ്ടോ എന്ന് നോക്കുക. ശരിയാണ്, സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ വൈഫൈ പോലെ ഇരിക്കുമെങ്കിലും ഈ ചിഹ്നത്തിന്റെ പേര് നിങ്ങളുടെ കാർഡിൽ NFC ഉണ്ട് എന്നാണ്. അതായത് NFC പേയ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ചിപ്പ് നിങ്ങളുടെ ആ ഒരു കാർഡിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. കാർഡിന്റെ ഉള്ളിൽ ചിപ്പ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് കാർഡിന് മുകളിൽ കാണുന്ന ഒരു ഗോൾഡൻ കളറിലുള്ള ചിപ്പായിരിക്കുമെന്ന്. എന്നാൽ അല്ല, ജസ്റ്റ് നിങ്ങളുടെ ഫോണിലുള്ള ഫ്ലാഷ് ഒന്ന് ഓൺ ആക്കിയിട്ട് കാർഡുമായിട്ട് മുട്ടിച്ചു വെച്ച് ഇങ്ങനെ ഒന്ന് നീക്കി നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള ചിപ്പ് കാണാനായിട്ട് പറ്റും. ചിപ്പ് മാത്രമല്ല, സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡിന്റെ ചുറ്റും ചെറിയൊരു കോപ്പർ കോയിലും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒളിച്ചിരിക്കുന്ന കാർഡിനുള്ളിൽ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് അതിനകത്തുള്ളത്. സോ എന്തിനാണ് ഈ ഒരു എൻക്രിപ്റ്റഡ് ഡേറ്റ എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ആ ഒരു കാർഡിലെ ഡേറ്റ റീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള NFC റീഡറുകൾ വേണം. അതാണ് നിങ്ങൾ പെട്രോൾ ബങ്കിലോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലോ എവിടെ പോയി കഴിഞ്ഞാലും അവിടെയുള്ള ATM മെഷീനുകളുടെ ഉള്ളിലുള്ളത്. ഓക്കെ, ATM മെഷീൻ അല്ല, പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ. ഈ NFC കാർഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഡേറ്റ റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ NFC റീഡറിന്റെ തൊട്ട് അടുത്ത് കൊണ്ടുവയ്ക്കണം. അതായത് ഏകദേശം 10 സെന്റിമീറ്ററിൽ താഴെ നമ്മൾ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു റീഡറിൽ ആ കാർഡിലുള്ള കാര്യം എന്താണെന്ന് റീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഏറ്റവും ആദ്യം പറഞ്ഞ പെട്രോൾ ബങ്കിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾ പെട്രോൾ ബങ്കിൽ പോകുന്നു, പെട്രോൾ അടിക്കുന്നു, അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്നു കാർഡാണോ ക്യാഷ് ആണോ എന്ന്. നിങ്ങൾ കാർഡാണ് എന്ന് പറയുന്നു. ആ ഒരു വ്യക്തി പോയിട്ട് ആ ഒരു ചെറിയ POS മെഷീൻ എടുത്തുകൊണ്ട് വരുന്നു. ഈ മെഷീൻ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ആ ഒരു മെഷീനിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ പെട്രോൾ അടിച്ചത് ആ ഒരു എമൗണ്ട് അവിടെ അടിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് കാർഡ് മേടിച്ചിട്ട് ചേട്ടാ ഈ കാർഡിൽ വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ നിങ്ങൾക്കിപ്പോൾ എന്താണ് ആ ഒരു വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാവുന്നത് കൊണ്ട് അതെ, നിങ്ങളുടെ കാർഡിൽ ആ ഒരു ചിഹ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുണ്ട് എന്ന് പറയുക. അതുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ ഒരു പെട്രോൾ ബങ്കിലെ വ്യക്തി ഈ കാർഡ് എടുത്തിട്ട് അവരുടെ മെഷീന്റെ മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യുന്നു. പക്ഷെ ചില പെട്രോൾ ബങ്കുകളിൽ ഈ കാർഡ് എടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ 2-3 പ്രാവശ്യം അടിക്കുക, ഇങ്ങനെ ഉരയ്ക്കുക, അല്ലെങ്കിൽ ഈ കാർഡ് ഇങ്ങനെ വെച്ചിട്ട് വളയ്ക്കുക, ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ ബങ്കുകളിൽ ഈ ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാർഡ് നശിപ്പിക്കാതിരിക്കുക. കാരണം ഈ കാർഡ് ഇങ്ങനൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. മെഷീന്റെ മുകളിൽ ജസ്റ്റ് ഒരു 5 സെന്റിമീറ്റർ പൊക്കത്തിങ്ങനെ അടുത്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. ഇങ്ങനെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ കാർഡിന്റെ ഉള്ളിൽ ആ ഒരു ചിപ്പിലുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഈ ഒരു മെഷീൻ റീഡ് ചെയ്യുന്നു. ഈ മെഷീൻ ഡേറ്റ റീഡ് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്കിന്റെ സെർവറിലേക്ക് ഇത് അയച്ചു കൊടുക്കുകയും ബാങ്ക് ആ ഒരു കാര്യം വെരിഫൈ ചെയ്യുകയും നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ഒരു ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഡിഡക്ട് ചെയ്യുകയും അപ്പോൾ തന്നെ തിരിച്ച് മെഷീനിലേക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യും. ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്ന് കാണും, അതായത് ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ആയിട്ടുണ്ട് എന്ന്. ഈ ഒരു എമൗണ്ട് ആ ഒരു പമ്പിലുള്ള ആളുടെ അക്കൗണ്ടിലേക്ക് മാറിയിട്ടും ഉണ്ടാവും. പമ്പിലുള്ള ആൾ എന്ന് ഉദ്ദേശിച്ച പമ്പ് ഉടമ. സോ ഇത്ര നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഈ ഒരു പേയ്മെന്റ് മെത്തേഡിനെയാണ് കോൺടാക്ട്ലെസ് പേയ്മെന്റ് അഥവാ NFC പേയ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ NFC പേയ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നാമത് ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നു, ഉടനെ തന്നെ പിന്നും ഒന്നും തന്നെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും കാശ് ഡിഡക്ട് ആവുന്നു, അപ്പുറത്തെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇനി NFC എനേബിൾഡ് ആയിട്ടുള്ള കാർഡ് ഇതേപോലെ ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്യാഷ് ഡിഡക്ട് ആവും. അതുകൊണ്ട് തന്നെ സ്വൈപ്പ് ചെയ്ത് നിങ്ങൾ പിന്നടിച്ച് പേയ്മെന്റ് നടത്തുന്നതിലും കുറച്ചുകൂടെ സെക്യൂറും കുറച്ചുകൂടെ ഫാസ്റ്ററുമാണ് NFC പേയ്മെന്റ്. എങ്ങാനും അബദ്ധവശാൽ നിങ്ങൾ നിങ്ങളുടെ കാർഡ് കളഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് ആരുടെ കയ്യിൽ കിട്ടുന്നു അങ്ങേർക്ക് ഏത് കടയിലും പോയിട്ട് ഇതേപോലെ NFC എന്നുള്ള രീതിയിൽ പേയ്മെന്റ് നടത്തി എന്ത് സാധനവും പർച്ചേസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ NFC എനേബിൾഡ് ആയിട്ടുള്ള കാർഡുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആ ബാങ്കിന്റെ ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ ആപ്ലിക്കേഷന്റെ ഉള്ളിൽ NFC-യുടെ ടോട്ടൽ എത്ര എമൗണ്ട് വരെയും നമ്മൾക്ക് എടുക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി അതേപോലെ കാർഡ് കളഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പ് എടുത്ത് അപ്പോൾ തന്നെ ഈ ഒരു NFC പേയ്മെന്റ് എന്നുള്ള ഫീച്ചറും ഓഫ് ആക്കിയിടുക. ഇനി അതുപോലെ NFC പേയ്മെന്റ് മെത്തേഡിന്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് പകുതി മുക്കാൽ ആൾക്കാർക്കും ഈ ഒരു NFC പേയ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു NFC പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ഇനി അഥവാ NFC ഉള്ള മെഷീനാണ് അവിടെ ഉള്ളത് എങ്കിൽ, എന്നാൽ അവിടെ ഉള്ള ആൾക്കാർക്ക് എന്താണ് NFC പേയ്മെന്റ് എന്ന് അറിയില്ല എങ്കിൽ അവർ നിങ്ങളുടെ കാർഡ് മേടിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യുകയോ ആയിരിക്കും ചെയ്യുന്നത്. അവരോട് നമ്മൾ ഈ ഒരു NFC പേയ്മെന്റ് കാര്യം പറഞ്ഞാൽ അവർ അക്സെപ്റ്റും ചെയ്യില്ല. സോ ഈ ഒരു പാൻഡമിക് സമയത്തിൽ മാക്സിമം കോൺടാക്റ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാർഡിൽ NFC ഉണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ ഇതേപോലെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നോ കോൺടാക്ട് പേയ്മെന്റ്സ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സേഫറാണ്, കുറച്ചുകൂടെ ഫാസ്റ്ററുമാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പെട്രോൾ ബങ്കിലൊക്കെ പോകുമ്പോൾ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കാർഡിൽ ആ ഒരു സിമ്പിൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഈ ഒരു കാര്യം ആ ഒരു പെട്രോൾ ബങ്കിലുള്ള ആളോട് പറയുകയും ചെയ്യുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ട് ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം.